بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ഇത് 13-ാം പേജ് മജാലിസിൻ്റെ. അവിടെ ഞാന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് റബീഉൽ അവ്വലിനെ പറ്റി പറഞ്ഞതാണ്. റബീഉൽ അവ്വൽ എന്ന ലഫ്ദിനെ കുറിച്ചിട്ട് റബീഉൽ അവ്വൽ എന്ന് തന്നെ പറയാം. സിഫത്ത് ഉള്ള മൗസൂഫിനെ ഇളാഫത്ത് എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരു ന്യായവും പറഞ്ഞു. മുത്തലഖൻ തന്നെ രണ്ട് തൻവീൻ ഒരുമിച്ച് കൂടിയാൽ, അല്ല രണ്ട് സാക്കിൻ ഒരുമിച്ച് കൂടിയാൽ ഇൽത്തിഖാഇന് വേണ്ടി മുത്തലഖൻ തന്നെ ഇതാക്കുക, ഒരു സാക്കിനെ കളയാം. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹു സമദ് എന്ന് ഓതിയിട്ടുണ്ട്. വലല്ലൈലു സാബിഖുൻ നഹാറ എന്ന് ഓതിയിട്ടുണ്ട്. ഇതെല്ലാം ഹമ്മുൽ അവാമിയിൽ പറഞ്ഞാൽ, ജർബി ഇമാം പറഞ്ഞാൽ ഹമ്മുൽ അവാമിയിൽ സുയൂത്തി ഇമാം പറഞ്ഞത്. പിന്നെ പറയുന്നത് മൻഖൂസ് വിരോധിൻ്റെ ഒരു ഇബാറത്തിലുള്ള ഇഷ്കാല്, വജഅലനി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിൻ്റെ സുൽബിലായിട്ട് സഫീനത്തിൽ എന്നെ അള്ളാഹ് ആക്കി. ഒരു ജാർ മജറൂറിനെ ഹാലാക്കണം, മറ്റൊന്നിനെ ജാലയോട് കെട്ടുകൊടുത്തോളം. ജാലയോട് കെട്ടുകൊടുത്തോളം എന്ന് പറഞ്ഞാൽ ജാല തഹവീലിൻ്റെ പേരാക്കി, പിന്നെ രണ്ട് മഫ്ഊലുമാണല്ലോ. എന്നെ സഫീനത്തിൽ ആക്കി, ഞാൻ തന്നെ നൂഹ് നബിൻ്റെ സുൽബിലായ സ്ഥിതിയിൽ എന്ന്. അത് ലാ യഖ്ലു അൻ ഇഷ്കാലി, അത് ഇഷ്കാലിനെ തൊട്ട് ഒഴിവല്ല. ഒരു ഇഷ്കാലുണ്ട് അവിടെ. എന്താ ഇഷ്കാല്? സഫീനത്തിലാവാം നൂഹ് നബിൻ്റെ സുൽബിലായിട്ട് എന്നല്ലേ പറയുന്നത്. നൂഹ് നബി സഫീനത്തിലാകുമ്പോൾ നൂഹ് നബിൻ്റെ 3 മക്കളും സഫീനത്തിൽ തന്നെ ഉണ്ട്. അതാണ് ഈ പറയാൻ നോക്ക്. കൈഫ യകൂനു നൂറു ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിൻ്റെ സുൽബിലായ സ്ഥിതിയിൽ സഫീനത്തിൽ നൂറാകുന്നങ്ങനെ. മഅന്നബ്നഹു, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അവലോടുകൂടെ. അല്ലദീ, ഏത് മകൻ? യകൂനു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിത്തങ്ങൾ ആകും. മുൻതസിബൻ ഇലൈഹി, ആ മകനെ കൊള്ള ചേർന്നവരാകും. അതേത് മകനും നിങ്ങൾ നോക്കും. 3 മക്കൾ, ഹാമ്, സാമ്, കന്നാന് പുറത്തല്ലേ, അല്ല, ഒന്ന് ഹാമ്, ഒന്ന് സാമ്, പിന്നെ ഒന്ന് അറബിൻ്റെ ഉപ്പ, ഒന്ന് പിന്നെ തുർക്കിൻ്റെ ഉപ്പ എന്നെല്ലാം പറഞ്ഞല്ലോ. അത് നോക്കോ, അത് പറഞ്ഞെടുത്ത തഫ്സീർ. കാന ഇദ്ദാക്ക, അന്നേരത്ത് അവർ ആയിരുന്നു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേരുന്ന ആ മകൻ ആയിരുന്നു. ഫീ തിൽക സഫീനത്തി, കാന ഉണ്ടായിരുന്നു, നിനക്ക് ആ സഫീനത്തിൽ ഉണ്ടായിരുന്നു. അന്നന്തിഖാല നൂരി, നൂറ് നീങ്ങലില്ലേ, ഒരു ഉപ്പായിൽ നിന്ന് പിന്നെ ഒരു ഉപ്പയിലേക്ക് ഇങ്ങനെ നീങ്ങി വന്നതല്ലേ. അതിൻ്റെ ചരിത്രം തന്നെ ഉണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാം ദഫൽ മൗലിദിലുണ്ട്. ആദ്യം നൂറിനെ ആദം നബിൻ്റെ നെറ്റിയിൽ പടച്ചു എന്നും, അതിങ്ങനെ കാണാത്തത് കൊണ്ട് കൈൻ്റെ വിരളിൽ പടച്ചു എന്നല്ലൊക്കെ ഉണ്ട്. ആ ദഫൽ ബലാഗ് ഓരോ നോക്കിയാൽ കിട്ടും. ദഫൽ ബലാഗ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. 4 ഖുലഫാഉർ റാഷിദീനയാകുന്ന 4 റസൂലുള്ളാഹിൻ്റെയും മദ്ഹായിട്ട്. അതിൽ 6 ഹിക്കായത്തുണ്ട്. 5 വേണ്ടത്, അത് 6 അത് 2 ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ
പറയുന്നതുകൊണ്ട്. അതിപ്പോൾ കുറേ മറന്നുപോയി ഇതിൻ്റെ സംഭവങ്ങൾ. ചെറുപ്പക്കാരൻ നല്ല പാടുണ്ടായ ഒരു ഇതായിരുന്നു അത്. ഉപ്പ സാധാരണ തോതലുണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ 100 നീങ്ങിയത് ഇന്ദൽ ഹംലിൻ്റെ നേരത്തല്ലേ? ഈ ഓരോരോ ഉപ്പാനെ ഓരോ ഉമ്മ ഹംല് ചെയ്യുമ്പോഴാണ് 100 ഇങ്ങോട്ട് നീങ്ങുന്നത്, മുതുവിലുള്ള 100. അപ്പം ഇതാവും നോക്ക്. അപ്പം എന്താവും? സഫീനത്തിലാകുമ്പോഴേക്ക് 100 ഏഴുണ്ടാവും. ഈ റസൂലുള്ളാഹിൻ്റെ ഉപ്പ ആരാണോ, നൂഹ് നബിൻ്റെ 3 മക്കൾ എന്നിട്ടുള്ള ഒന്ന് റസൂലുള്ളാഹിൻ്റെയും ഉപ്പയാണ്, അറബികളുടെ ഉപ്പയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെയും ഉപ്പയാണ്. ആ ഉപ്പാൻ്റെ മുതുവിലെത്തിയിട്ടുണ്ടാവും. അപ്പം ആ ഉപ്പാൻ്റെ മുതുവിലുണ്ട്. ഈ ആനക്കലഹം ഉണ്ടായതപ്പോൾ അതെല്ലാം സംഭവം പറയും. എന്നുവെച്ചത് പറയുന്നത് ഇനി മറുപടി താനിഇൽ മിനഹൽ മക്കിയ. മിനഹുൽ മക്കിയാനെ നീ ഒന്ന് മുതാലഅത്ത് ഷറഹൽ ഹംസിയ, ഹംസിയൻ്റെ ഷറഹ് കൈഫ തർഖാ റൂഖി യകല്ലംബിയാഉ എന്ന് തുടങ്ങിയിട്ട് ആരോ ദർസിൽ പണ്ട് ഓതിനായിരുന്നു, ഇപ്പം നല്ല ഓർമ്മയാണില്ല. ഹംസിയ പഠിക്കേണ്ടതാണ്. ഹംസിയ, വിത്രിയ, ബുർദ ഇതെല്ലാം തങ്ങളെ മദ്ഹാകുന്ന കിതാബുകളാണ്. അതെല്ലാം ഓതലും പണ്ടത്തെ കാലത്തെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നത്. ഹംസിയൻ്റെ ഷറഹാകുന്ന മിനഹുൽ മക്കിയ നീ മുതാലഅത്ത് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഏടെ മുതാലഅത്ത് ചെയ്യണം? ബഅദ ഖൗലിൻ നാദിമി, നാദിമിൻ്റെ ഖൗലിൻ്റെ ശേഷം. ഇത് അബൽ ഫീലു മാ ആത സാഹിബുൽ ഫീ ലിവലം യൻഫഇൽ ഹിജാവ സകാഉ. ഈ ഹംസിയൻ്റെ ബൈത്തെല്ലാം ഹംസിനെ നിർത്തിയത് ഹംസിയാന്ന് വന്നത്. കുറേ ബൈത്തുണ്ട് ഹംസിയയിൽ. കൈഫ തർക്കാന്ന് തുടങ്ങിയിട്ട് പെരേത്ത് ബൈത്തുകളുണ്ട്. അത് ചെറിയ പുസ്തകം പോലെയായിട്ട് കൂടി കിട്ടുന്നുണ്ട്. അത്ര അതിൻ്റെ അർത്ഥം തിരിയണമെങ്കിൽ നല്ല ഒരു ഷറഹ് വേണം. പലർക്കും എനിക്ക് ഷറഹ് ഹാഷ്യകളെല്ലാം ഉണ്ട്. സുലൈമാനുൽ ജബൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മിനഹൽ മുക്കിയാനെ ചെറുതാക്കിയ ഒരു ഹാഷ്യ. അതേതെങ്കിലും നോക്കിയിട്ട് പഠിക്കണത്തര. എല്ലാ ബൈത്തിൻ്റെയും പെട്ടെന്ന് അർത്ഥങ്ങൾ കിട്ടൂല. ഓക്കെ, ഇത് ബൈത്ത് യഥാർത്ഥം 456 ബൈത്തുണ്ട്. ഹംസയിൽ 456 ബൈത്ത്. അതിൽ 62ാമത്തെ ബൈത്താണിത്. മിനഹുൽ മക്കിയൻ്റെ 184 4ാമത്തെ പേജ്. അവിടെ ഈ ബൈത്തുണ്ട്. ഇത് അബൽ ഫീലു എന്ന് പറഞ്ഞ് അബ്രഹത്ത് രാജാവ് കഅബത്തിനെ പോലെ കൊണ്ടുവന്നല്ലോ. ആ സംഭവം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അലം തറ കൈഫ എന്ന സൂറത്ത് ഇറങ്ങിയത് തന്നെ അതിനെ പറ്റിയാണ്. ആയതുകൊണ്ട് ആ ബൈത്തിൻ്റെ ഷറഹ് മിനഹുൽ മക്കിയരി നോക്ക്. എന്നാൽ യസുലിൽ ഇഷ്കാല്, ഈ ഇഷ്കാല് നീങ്ങും. അതായത് ആടെ ആന അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലി 100 കണ്ടു എന്ന് പറയുന്നു. നിമിത്തങ്ങളുടെ 100 അതേ സമയത്ത് ഈ അബ്രഹത്ത് വരുന്ന സമയത്ത് ആനകളെ കൊണ്ടുവരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിൽ പോയിട്ട് അബ്ദുള്ളാൻ്റെ മുതുവിൽ തന്നെ ഇല്ലോ. അല്ലേ?
ആനക്കലഹം ഉണ്ടായത് ബലപ്പെട്ട കൗല് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന് 50 ദിവസം മുമ്പാണ്. അപ്പോൾ തങ്ങളുടെ ഹംലിനിക്ക് സുമാർ 8 മാസം കഴിഞ്ഞിനി, അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞു എന്നിട്ടോ. അപ്പോൾ പിന്നെ നൂറേടുന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലുണ്ടാകുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലുണ്ടെങ്കിലല്ലേ ആനക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലുള്ള നൂറിനെ കണ്ടിട്ട് ആ ആന അബ്ദുൽ മുത്തലിബിനിക്ക് സുജൂദ് ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. അതെങ്ങനെ നൂറിനെപ്പാട് കാണുന്നത്? അത് ഹർക്കുൽ ആദത്തായിട്ട് നബിത്തങ്ങളുടെ ഇർഹാസാത്തിൽപ്പെട്ടതാണ്. നുബുവത്തിന് പിന്നെ വരുന്നത് അതിന് പേര് ഇർഹാസ് എന്നാണ്. നുബുവത്തിനെ ശക്തിപ്പെടുത്താനുള്ളത്. നുബുവത്തിൻ്റെ ശേഷമാണ് മുഅ്ജിസത്ത് എന്നറിയാം. നബിയാകുന്നതിന് മുമ്പ് ഈ നബിമാർക്ക് ചില മുഅ്ജിസത്തുകൾ പോലത്തെ ഹർക്കുൽ ആദത്തുണ്ടാകും. അതിൻ്റെ പേരാണ് ഇർഹാസ്. അത് തായും വരുന്നുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ആടെ പറയുന്നത് എന്താ? മിനഹൽ മക്കീലി, അത് ഹർക്കുൽ ആദത്തായിട്ട് ഹംലായിട്ടാണ് നബിത്തങ്ങളുള്ളത്. നബിത്തങ്ങളിലാണ് ആ നൂറ്, അല്ലെങ്കിൽ നബിത്തങ്ങളിലാണ് ആ നൂറ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് എങ്ങനെ ഉണ്ടാകുന്നത്? ഹർക്കുൽ ആദത്തായിട്ട് വേറൊന്ന് അള്ളാഹ് പടച്ചു. ഇതുപോലത്തെ ഒരു നൂറ് അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലും പടച്ചു ഉണ്ടോ? അപ്പോൾ അത് വായിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഇവിടെയും അങ്ങനെ ആവാലോ. കപ്പലിലായിട്ട് നൂഹ് നബിൻ്റെ സുൽബിൽ ഞാനുണ്ട്, എന്നെ ജാലനെ ആക്കിയെന്നല്ലേ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിലുള്ളത് നൂഹ് നബിൻ്റെ മകൻ്റെ മുതുവിലാണ്. അപ്പോൾ ഈ മകൻ്റെ മുതുവിലുണ്ടാകുമ്പോൾ നൂഹ് നബിൻ്റെയും മുതുവിലുണ്ടാവാം. ഈ ഹർക്കുൽ ആദത്തായിട്ട് പിന്നൊരു നൂറിനെ പടക്കാം. അപ്പോൾ ഈ ഇഷ്കാലിനെ അവിടെ നിന്ന് നമുക്ക് എന്താക്കാം, മനസ്സിലാക്കാം. ഞാൻ ആ ഇബാറത്ത് വേണമെങ്കിൽ മിനഹുൽ മക്കിയിലുള്ള ഇപ്പോൾ പറഞ്ഞ ഈ ബൈത്തുണ്ടല്ലോ, ഇത് അബൽ ഫീലുമാത്ത, അവിടെ ഇത് എന്ന് വായിക്കണം, ഇതാന്നല്ല. ഇത് അബൽ ഫീലു, ഇത് അബൽ ഫീലുമാത്ത സാഹിബുൽ ഫീ ലിവലം യംഫഇൽ ഹിജാവൽ ദകറു. സാഹിബുൽ ഫീലിനിക്ക് ബുദ്ധി പരം ചെയ്തില്ല. ആ ഫീല് മുന്നോട്ട് പോകലിനെ തൊട്ട് വിലങ്ങിയ നേരത്ത്, ആ വിലങ്ങിയത് ഇങ്ങനെ കണ്ടിട്ടാണ്. ഞാൻ ആ ഇബാറത്ത് വയ്യ അയക്കാം. അതാണ് ജാലിനേവി സഫീനത്തി ഫീ സുൽബി. പക്ഷേ ഈ ഹദീസിന് തന്നെ ചിലയിടത്ത് ഫിസ്സഫീനത്തി ഇല്ലാതെയുണ്ട്. മങ്കൂസുമുരുതിലല്ല അത് പറയുന്ന ചിലയിടത്ത്. എടോ ഞാൻ അങ്ങനെ കണ്ടില്ല, ഫിസ്സഫീനത്തി ഇല്ല, പിന്നെ ഇഷ്കാരില്ല. നൂനബിൻ്റെ സുൽബിലാക്കി, അതും ഉണ്ടാക്കിനി. ഈ കപ്പലിലുണ്ടാകുമ്പോൾ അല്ല, ഈ രണ്ടും കൂടുമ്പോഴാണ് ജഅലനി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ്. ഇത് രണ്ടും ഒരുമിച്ച് കൂടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നു. അതാണ് ഇഷ്കാൽ. ആ ഇഷ്കാലിന് മറുപടിയാണ് ഈ പറഞ്ഞത്. അബ്ദുൽ മുത്തലിബിൻ്റെ സുൽബിൽ ആന കണ്ടിനി, ബലപ്പെട്ട സംഭവമാണത്. അപ്പോൾ ആരെങ്ങനെ കാണുന്നത്? വിരാദത്തിൻ്റെ 50 ദിവസം മുമ്പല്ലേ. അപ്പം തങ്ങൾ ഹംലായിട്ടില്ലേ, പിന്നെ എങ്ങനെ കാണാം? അത് വേറെ ഹർക്കുല്ലാദത്തായിട്ട് ഇർഹാസാത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് നബിത്തങ്ങൾ ജനിക്കുന്നതിന് പിന്നെ എത്രയോ ഇർഹാസുകൾ കണ്ടിന്. അതിൽപ്പെട്ട ഒരു ഇർഹാസാണിതും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം.